ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാളൊരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചോ? ചുറ്റുപാടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തികളും അയാൾക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ പറയണമെങ്കിൽ ആള് ശുദ്ധനായിരിക്കണം. ഓ, അങ്ങനെയാണോ സാറ് പിടിച്ചത്? ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റുകളും ഞങ്ങൾ ചെയ്യാറില്ല സാർ. എനിക്ക് ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും വേണമായിരുന്നു. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ മണ്ണിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണ. ഇനി വെള്ളത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് വശത്തും പൂർണ്ണമായും കായല. ടോട്ടലി ഫലഭൂഷ്ടമായിട്ടുള്ളൊരിടവാ. ഞാനിത് വിൽപ്പനയ്ക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ആ പ്രോപ്പർട്ടിയുടെ ഒരു പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അയച്ചു തന്നാൽ നന്നായിരുന്നു. ഓ, വീഡിയോ? ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അയക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ അതൊന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഡീൽ ചെയ്യാം. ആയിക്കോട്ടെ, വീഡിയോ അയച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പൊ ശരി സാർ. ഓക്കെ. അല്ല, നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞേ? മാണി. ആ, എന്നാ ഓക്കെ ഓക്കെ, നമ്പർ ഞാൻ ഫീഡ് ചെയ്തോളാം. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രണ്ടാമത് പേര് ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്ന് നാവി വന്നുമില്ല. കുഴപ്പമായില്ലല്ലോ സാറേ? ആ, കുഴപ്പമില്ല. ആളൊരു മാന്യനാണെന്ന് തോന്നുന്നു അല്ലടോ? അല്ല സാറേ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞതിനും അദ്ദേഹം മറുപടി പറഞ്ഞു എന്നല്ലാതെ പുള്ളിയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള എന്ത് കാര്യം അതിനകത്തുള്ളത്? 4 ചോദ്യം, അത് ധാരാളമാണ് മണിക്കുഞ്ഞ. അയാളൊരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ചോ? ചുറ്റുപാടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തികളും അയാൾക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ പറയണമെങ്കിൽ ആള് ശുദ്ധനായിരിക്കണം. ഓ, അങ്ങനെയാണോ സാറ് പിടിച്ചത്? ഇടപെടാവുന്ന ആളാണ്. ആ വീഡിയോ ഒന്ന് വരട്ടെ. ഓക്കെ ആണെങ്കിൽ നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. അല്ല സാറേ, ഈ വാങ്ങിക്കുന്ന ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അതിനെന്തെങ്കിലും തടസ്സം കൊണ്ടുവരുന്ന ആളാണെങ്കിലോ? അദ്ദേഹത്തിനൊരു കൺസേൺ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കും ആളുകളെ ദ്രോഹിക്കണമെന്ന് താല്പര്യമൊന്നുമില്ലല്ലോ, ഉണ്ടോ? നോക്കട്ടെ, വീഡിയോ വന്നാലുടനെ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം, കണ്ടിട്ട് ഫിക്സ് ചെയ്യാം. ഹലോ കൃഷ്ണമോളെ. ഗോപാലമാമ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. കേക്കട്ടെ മോളെ. നമ്മുടെ ലോട്ടറി ഉദ്ഘാടനം ചെയ്തില്ലേ അനിയൻ സാറ്? അനിയൻ സാർ എടുത്ത ടിക്കറ്റിന് 5000 രൂപ അടിച്ചു. ആ, അത് കലക്കല്ലോ എന്റെ പൊന്നുമോളെ. ഇനി എപ്പ പച്ച പിടിച്ചൊന്ന് ചോദിച്ചാ മതി. ഈ ലോട്ടറിക്കാരുടെ കാര്യം എങ്ങനെയാ? അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലെങ്കിലും കൊള്ളാവുന്ന ഒരു സമ്മാനം അടിച്ചു കഴിഞ്ഞാലേ പിന്നെ അവര് ഭാഗ്യമുള്ളവരായിരിക്കും. ശരിയാ ഗോപാലമാമ, ഇപ്പൊ എല്ലാരും എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാറ്റിന്റെയും ഗുരു ഗോപാലമാമനാട്ടോ. നീ മിടുക്കിയല്ലേടി മോളെ. ഈ ആകാശത്തിന്റെ ചോട്ടിൽ നീ എവിടെ പോയാലും നീ അവിടെ ഓക്കെ ആയിരിക്കും. മോള് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ആ ധൈര്യം ഗോപാലമാമനുണ്ട് മോളെ. കൃഷ്ണയാ? ആ, എന്നാ ആ കൃഷ്ണേ, എന്തുണ്ട് മോളെ? ഞാൻ ആദ്യമായിട്ട് വിറ്റ ടിക്കറ്റിന് 5000 രൂപ സമ്മാനം അടിച്ചു സുനിതേച്ചി. അന്ന് ഞാൻ ഗോപാലമാമനോട് വിളിച്ചു പറഞ്ഞതാ. കോളടിച്ചല്ലോ. നിന്റെ കൂടെ ഭാഗ്യമുണ്ടെന്ന് സുനന്ദേച്ചി പറയുമ്പോ വിശ്വാസം ഇല്ലായിരുന്നല്ലോ നിനക്ക്. ഇനി നീ നോക്കിക്കോ, നിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റിന് 1 സമ്മാനം അടിക്കും. ചിലപ്പോ നിനക്ക് തന്നെ 1 സമ്മാനം അടിച്ചെന്നിരിക്കും. വേണ്ട വേണ്ട, അത്രയും വലിയ ആഗ്രഹങ്ങളൊന്നും തൽക്കാലം ഞാനിപ്പോ കൊണ്ടു നടക്കുന്നില്ല. ഒരുപാട് കാശ് കിട്ടിയാലേ ചീത്തയായി പോവും. ആ കൃഷ്ണേ, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ? നീ ഈ നാട്ടിൽ നിന്ന് പോയതോടെ മോളുടെ ജീവിതം സുഖായെന്നാണല്ലോ സിതാര മാഡം കരുതിയിരിക്കുന്നെ. പക്ഷേ അവിടെ ആകെ പ്രശ്നങ്ങളാ. അയ്യോ, എന്തുപറ്റി?
ഗാഥ ഇടയ്ക്ക് നവീന്റെ വീട്ടിലേക്ക് പോവും. മിക്കവാറും പിറ്റേ ദിവസം തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരും. പിന്നെ സിത്താര മാഡത്തിന്റെ മുമ്പിൽ കിടന്ന് ബഹളം തന്നെ. കൊറേ കഴിയുമ്പോ സിത്താര മാഡം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടും. ഉം. റബ്ബർ ബോൾ അടിച്ച പോലെ ദേ വീണ്ടും തിരിച്ചു വരും. ഷോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. അതിനയ്യോന്നൊന്നും നീ പറയണ്ട, അതങ്ങനെ വരൂ. നവീന്റെ മനസ്സില് നീയേ ഉള്ളൂ, നിന്റെ സ്നേഹേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ ഗാഥയ്ക്ക് അവിടെ സ്വസ്ഥത കിട്ടുന്നേ? വേണ്ട സുനിതേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. അവര് രണ്ടു കൂട്ടരും വലിയ ആളുകളാ. അവരുടെ ജീവിതം നന്നായി നടക്കട്ടെ. നന്നായി നടക്കട്ടെ എന്നല്ലേ നമ്മളെല്ലാവരും പറയുന്നേ. പക്ഷേ നടക്കുന്നില്ലല്ലോ. നീ നോക്കിക്കോ മോളെ, എന്നെങ്കിലും ഒരിക്കൽ നിന്നെ നവീന്റെ അടുത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകും. സുനിതേച്ചി, അമ്മയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. സുനന്ദേ, എന്താ തങ്കേച്ചി, ഭക്ഷണമൊക്കെ കഴിച്ചോ? അതൊക്കെ കഴിഞ്ഞു. അവള് ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കളയിലേക്കാ കയറുന്നേ. ഒരമണിക്കൂറിനുള്ളിൽ എല്ലാം ആവും. ആരെയും കാത്തിരിക്കാനില്ലാത്തോണ്ട് നമുക്ക് കഴിക്കാം അമ്മയെന്ന് അവള് പറയുമ്പോ ഞങ്ങള് കഴിക്കും. അതെന്തായാലും നന്നായി. തങ്കേച്ചിയുടെ ഭക്ഷണകാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമല്ലോ. ആ സുനന്ദേ, ആരും ഇല്ലാത്ത ഒരിടമെന്ന് കരുതിയാ വന്നേ. എന്നിട്ടോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മോളിക്കുട്ടി ഒരു വശത്ത്. ഇപ്പതേ അവിടെ വന്നപ്പോ ഗോപാലിനെ കിട്ടിയതുപോലെ ഇവക്ക് രക്ഷകനായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഒരു അനിയൻ സാറ്. ഇവിടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ടയാളാ. ഇപ്പൊ എന്താ അവസ്ഥയെന്നറിയോ? ഇവളുടെ സ്വന്തം ആളായി. അവള് മിടുക്കി കുട്ടിയല്ലേ. അവൾക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ നന്നായിട്ട് അറിയാം. അവളെ ആരെ ഇഷ്ടപ്പെടാത്തെ? തങ്കേച്ചിയുടെ പേടിയൊക്കെ കൊറേയൊക്കെ മാറിയല്ലോ. മാറി വരുന്നു. പതുക്കെ പതുക്കെ പൊരുത്തപ്പെടാതെ പറ്റില്ലല്ലോ. അതൊക്കെ ദൈവം നോക്കിക്കോളും. തങ്കേച്ചി ചെന്ന് കിടന്നു, ഞാൻ പിന്നെ വിളിച്ചോളാം. തങ്കേച്ചിയോട് സംസാരിക്കുമ്പോ കുറച്ച് ആശ്വാസമുണ്ട്. മനസ്സ് തണുത്തിട്ടുണ്ട് എന്തായാലും. കൂടെ കൃഷ്ണയല്ലേ, പിന്നെ മനസ്സ് തണുക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഓ, മരുമോളും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മായിമ്മ ഓട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുക, ക്ഷീണം വരാതിരിക്കാൻ. അമ്മ ഇതിൽ എന്ത് ചെയ്യാൻ പോവാ? നീ എടുത്ത് കുടിച്ചോ. ഏയ്, ഓ, വിട് 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 വിട്. ഹേ, നീ എന്തോന്നാടി കാണിക്കുന്നേ? അവൾക്ക് കുടിക്കാനുള്ളത് അവള് തന്നെ കുടിക്കണ്ടേ? അതെ, നീ ആ വാതക ചെന്ന് നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോന്ന്. എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ഷോ, ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്.